ഖാലിദ് റഹ്മാൻ രചനയും സംവിധാനവും നിർവഹിച്ച് നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഏറ്റവും പുതിയതായി തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേയധികം ചെറുപ്പക്കാർക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ബോക്സിംഗ് തിരഞ്ഞെടുക്കേണ്ടി വരികയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്നത്. ഈ വിഷു റിലീസുകളിൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ആലപ്പുഴ ജിംഖാന. കിടിലം പടം, ഒന്നും പറയാനില്ല. നല്ല ത്രൂ ഔട്ട് കോമഡി, ലവ് ട്രാക്ക്, അതുകൊണ്ട് തന്നെ ആക്ഷൻ, ഒരു രക്ഷയില്ലാത്ത ആക്ഷനാണ്. ഖാലിദ് റഹ്മാന്റെ സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. തല്ലുമാലയ്ക്കകത്തുള്ള ഫൈറ്റൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെ കയറിയതാണ് സിനിമ. അതായത് സിനിമ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രണയങ്ങളൊക്കെ എന്താണോ അതിനെ കൃത്യമായിട്ട് വരച്ച് കാട്ടുന്ന ഒരു സിനിമ കൂടിയാണിത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്. പിന്നെ നസ്ലിൻ്റെ ആക്ടിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ അറിയാമല്ലോ. വെർബൽ കോമഡി അല്ലാതെ തന്നെ പുള്ളിയുടെ ഫേഷ്യൽ കുറേ എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. നന്നായിട്ട് തന്നെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് സെക്കൻഡ് ഹാഫിൽ തുടങ്ങുന്ന ഇടി സിനിമ അവസാനിക്കുന്നതോടെ വരെ ത്രൂ ഔട്ട് ഇടിയാണ്. ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടി, ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ക്ലൈമാക്സിലെ ഫൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അതായത് നമ്മൾ ഇപ്പം ചില സിനിമകളിലൊക്കെ ഇപ്പം ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ സിനിമകൾ, അല്ലെങ്കിൽ തമിഴ് സിനിമകളൊക്കെ എടുത്ത രജനീകാന്തിൻ്റെ സിനിമകൾ, വിജയുടെ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ 10 പേരെ 50 പേരെയൊക്കെ ഇടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം നമ്മളതിനെ കത്തി എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയിലേക്ക് വരാൻ നേരത്ത് ഒരു 10 പേര് ചേർന്ന് ഒരു 50 പേര് അടിക്കുന്ന രീതിയിലുള്ള ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. അത് തല്ലുമാലയിലും ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അത് വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. ക്ലൈമാക്സിലെ കിടിലം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കിടിലം ഫൈറ്റാണ്. അതുപോലെ ഇതിനകത്ത് അനഘമായ രവി എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. നടാഷ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പുള്ളിക്കാരി റിങ്ങിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു പെർഫോമൻസ് ഉണ്ട്. അതായത് നമ്മുടെ സാർപ്പട്ട പരമ്പര എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഡാൻസിങ് റോസിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് ബോക്സിംഗ് ഉണ്ട്. അതുമായിട്ട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള കിട്ടിലമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ സിനിമ അടിപൊളിയാണ്. നമുക്ക് തമാശയ്ക്ക് തമാശയുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഓവർ കോമഡി അല്ല. പക്ഷേ എന്നാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. പ്രണയവും അതിൻ്റെ ഈ പ്രണയം ഫസ്റ്റ് ഹാഫിൽ ത്രൂ ആയിട്ട് തന്നെ ലവ് ട്രാക്കും അതുകൊണ്ട് തന്നെ കോമഡിയും ബ്ലെൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സംവിധാനം സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് ബോക്സിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ത്രൂ ഔട്ട് ഫൈറ്റാണ്. ലാസ്റ്റ് വരുമ്പോൾ കിഡിലെ ഒരു അടിയുണ്ട്, അതും ഒരു രക്ഷയില്ല. നല്ല എന്താ പറയണ്ടേ, ഈ ഒരു വിഷുവിന് പോയി കാണാനായിട്ടുള്ള, എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിടിലം സിനിമ തന്നെയാണ് ആലപ്പുഴ ജിംഖാന. അതുപോലെ തന്നെ സിനിമയിൽ എടുത്തു പറയേണ്ടത് പെർഫോമൻസുകളാണ്. എല്ലാവരും തന്നെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്ലിനെ കൂടാതെ അനഘ, അതുപോലെ തന്നെ കോട്ടയം നസീർ, ലൂക്മാൻ അവറാൻ, ഗണപതി, പിന്നെ കുറേ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കുറേ താരങ്ങൾ, എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ റോളുകൾ മികച്ചതായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറേ സിറ്റുവേഷണൽ കോമഡികളുണ്ട്, അതൊക്കെ വളരെ മനോഹരമായിരുന്നു. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും കിടിലം എന്ന് പറയുന്നത് ഈ സിനിമയിലെ ടെക്നിക്കൽ സൈഡാണ്. വേറെ ലെവലാണ്. അത് ഖാലിദ് റഹ്മാൻ്റെ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. പുള്ളിയുടെ സിനിമയിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക്, BGM, പാട്ടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, സിറ്റുവേഷണൽ സോങ്സ് ആണ്. അത് ഒരുപാട് ത്രൂ ഔട്ട് സോങ് ആയിട്ടല്ല, കുറേയൊക്കെ ബ്ലെൻഡ് ചെയ്ത് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വരുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ്. പക്ഷേ ഫൈറ്റൊക്കെ വരുമ്പോഴുള്ള BGM ഒക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം വേണ്ട, എനിക്ക് ഈ സിനിമ, അതായത് ഇപ്പം എനിക്ക് ഈ വിഷു റിലീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആലപ്പുഴ ജിംഖാനയാണ്. ഒന്നും നോക്കണ്ട, ഇപ്പോൾ ടിക്കറ്റ് എടുത്തോ, കിടിലം എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഒരു തവണ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.